ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധ തിരുനാമം വാഴ്ത്തപ്പെടുമാറാട്ടെ. ശൂനോയോ നോമ്പിലൂടെ പരിശുദ്ധ സഭ കടന്നു പോകുമ്പോൾ പരിശുദ്ധ കന്യകമറിയാമിന് അപ്പസ്തോലിക സഭ കൊടുക്കുന്ന പ്രാധാന്യം എത്രയാണെന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പഴയ നിയമത്തിലൂടെ നാം ഒന്ന് കണ്ണോടിക്കുമ്പോൾ മറിയാമിനെ മോശ കണ്ട മുൾപ്പടർപ്പായും ദാവീദിന്റെ സ്വപ്നത്തിലെ സ്വർഗത്തിലേക്ക് എത്തുന്ന ഗോവേണിയായും കാണിക്കുന്നു. പുതിയ മാനവികതയുടെ അമ്മയായാണ് പരിശുദ്ധ അമ്മയെ സഭ ദർശിക്കുന്നത്. സെറൂഗിലെ മാർ യാക്കോബ് ഇപ്രകാരം പറയുന്നു: ഒന്നാം ഹവ്വായുടെ ചെവിയിലൂടെ സാത്താൻ പാപം എത്തിച്ചെങ്കിൽ രണ്ടാം ഹവ്വായുടെ ചെവിയിലൂടെ ഗബ്രിയേൽ ദൈവത്തിന്റെ വചനം ലോകത്തിലേക്ക് എത്തിച്ചു. മറിയം ജനതകളുടെ അമ്മയാണ്. കാരണം എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള രക്ഷയാണ് അവൾ ലോകത്തിന് അവതരിപ്പിച്ചത്. കാനായിലെ കല്യാണത്തിന് യേശുവും ശിഷ്യന്മാരും മാതാവും പങ്കെടുത്തു. അപ്പോൾ കലവറയിലുണ്ടായ ഒരു കുറവിനെ കണ്ടെത്തി തന്റെ പുത്രനിലൂടെ നിറവാക്കാൻ സാധിക്കുമെന്ന് ലോകത്തിന് വെളിവാക്കി. യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ പ്രകടമാക്കുന്ന ആദ്യ സംഭവത്തിന് അങ്ങനെ മാതാവ് നന്ദി കുറിച്ചു. യോഹന്നാൻ 2:5 അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ കേട്ട് വിശ്വാസം പ്രാപിപ്പാൻ ലോകത്തോട് പറയുന്നത് അമ്മയാണ്. നമ്മുടെ പിതാക്കന്മാർ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ വിശുദ്ധ കുർബാനയിൽ ആദ്യന്തം മാതാവിനെ ഓർത്തുകൊണ്ടാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധരിൽ അഗ്രഗണ്യായി മാതാവിനെ സഭ അംഗീകരിക്കുന്നത്. ജീവിത വിഷയങ്ങളെ അതിജീവിക്കുവാൻ ദൈവത്തിന്റെ വചനം പാലിച്ച് അവൻ പറയുന്നത് പോലെ ചെയ്ത് വചനത്തിന്റെ സാക്ഷിയായി തീരുവാൻ മാതാവിന്റെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം. മാതാവ് സകല സദ്ഗുണങ്ങളുടെയും വിളനിലമാണ്. അതിനാൽ അവൾ നമുക്ക് അനുകരണീയ മാതൃകയാണ്. പരിശുദ്ധാത്മാവിന്റെ ആവാസം വചനിപ്പിലും പെന്തിക്കോസ്തയിലും മാതാവിന് ലഭിച്ചുവെന്ന് സുവിശേഷം സാക്ഷീകരിക്കുന്നു. മാതാവ് ക്രിസ്തുവിന്റെ രക്ഷാകര പദ്ധതിയിൽ പ്രഥമ സ്ഥാനം നിർവഹിച്ചു. അതിനാൽ മാതാവിനെ ലോകത്തിന്റെ അമ്മയായി കർത്താവ് ഗോകുൽത്തായിൽ അവരോധിച്ചു. ആദിമ ക്രൈസ്തവ സമൂഹം അമ്മയെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ അമ്മയെ സ്വീകരിക്കുവാൻ ക്രിസ്തുവിന്റെ നിർദ്ദേശം കേട്ടനുസരിക്കുന്നവരായി രൂപാന്തരപ്പെടുവാനും ഇടയാകട്ടെ. നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ ക്രിസ്തുവിനെ വഹിക്കുന്നവരായി, കൊടുക്കുന്നവരായി, ഉത്തമ സാക്ഷികളായി തീരുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും മാതാവിന്റെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ടും എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം ഒരുക്കിത്തന്ന പരമകാരുണികനായ ദൈവത്തോടും ബഹുമാനപ്പെട്ട വൈദികരോടും MMSVയുടെ ഭാരവാഹികളോടും സെന്റ് ജോർജ് മലങ്കര ഓർത്തഡോക്സ് കോൺഗ്രിഗേഷൻ വാങ്കനൂയിയുടെ നന്ദി അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.